വി.ഡി. സതീശൻ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കും. രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിന് തൊട്ടരികിലെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കം ഹൈക്കമാൻഡ് നേതൃത്വവും ചടങ്ങിനെത്തും. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പങ്കെടുത്തിക്കില്ല. 1 ലക്ഷത്തോളം പേർ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനെത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കാക്കുന്നത്. പത്ത് വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് UDF മന്ത്രിസഭ അധികാരത്തിലേറുന്നത് അവിസ്മരണീയ ആഘോഷമാക്കാൻ കോൺഗ്രസ് നേതൃത്വവും സഖ്യകക്ഷികളും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്കായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പന്തലിൽ 25,000 പേർക്ക് ഇരുന്ന് ചടങ്ങ് കാണാനുള്ള ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. ലക്ഷത്തിലേറെ പേർ ചടങ്ങ് കാണാനെത്തുമെന്നാണ് പ്രതീക്ഷ. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LED സ്ക്രീനുകളും സ്ഥാപിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിവിധ കക്ഷി നേതാക്കൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എത്തുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇന്നലെ വൈകിട്ട് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക കൈമാറി. 21 മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ കോൺഗ്രസിൽ നിന്നും 11 മന്ത്രിമാരുണ്ട്. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, സണ്ണി ജോസഫ്, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, റോജി M. ജോൺ, ബിന്ദു കൃഷ്ണ, M. ലിജു, T. സിദ്ദിഖ്, OJ ജനീഷ്, KA തുളസി. ഇതിൽ വന്ന വളരെക്കാലം അർഹതയുള്ള ആളുകളുണ്ട് പുറത്ത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പാർട്ടി ഇത് നിശ്ചയിക്കും. കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സോഷ്യൽ ബാലൻസ്, റീജിയണൽ ബാലൻസ് ഇതൊക്കെ നോക്കണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ അർഹതയുള്ള 63 പേര് ജയിച്ചു വന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ: PK കുഞ്ഞാലിക്കുട്ടി, N. ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ. VE അബ്ദുൽ ഗഫൂർ 2.5 വർഷത്തിന് ശേഷം പദവിയൊഴിഞ്ഞ് പാറക്കൽ അബ്ദുള്ളയ്ക്ക് അവസരം നൽകിയേക്കും. കോൺഗ്രസ് മന്ത്രിമാർക്ക് ടേം വ്യവസ്ഥയുണ്ടോ എന്ന് പിന്നീട് പറയാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മോൻസ് ജോസഫ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് അനൂപ് ജേക്കബ്, RSBയിൽ നിന്ന് ഷിബു ബേബി ജോൺ, CMPയിൽ നിന്ന് CP ജോൺ എന്നിവരും മന്ത്രിമാരാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായും ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറായും നിയമിച്ചു. 6 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് ഒരു UDF മന്ത്രിസഭ മുഖ്യമന്ത്രിയോടൊപ്പം ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകും. 21 മന്ത്രിസഭയിൽ 14 പേരും പുതുമുഖങ്ങളെന്നതും ശ്രദ്ധേയം. സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഗവർണറും മാത്രമേ പാടുള്ളൂ എന്ന് ലോക്ഭവൻ നിർദ്ദേശിച്ചതായാണ് വിവരം. രാഹുൽ ഗാന്ധിയും 3 മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പ്രോട്ടോകോൾ ഓഫീസർ ലോക്ഭവനെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ TVKയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി അടക്കം വേദിയിലുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലും അസമിലും നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും BJP സംസ്ഥാന അധ്യക്ഷന്മാരുമെല്ലാം പങ്കെടുത്തിരുന്നു. കേരളത്തിൽ മാത്രം നിയന്ത്രണമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.